പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അനേകം വ്യക്തികൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ അവരുടെ ശരീരത്തിലും കുടുംബങ്ങളിലും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ശരീരങ്ങളിലും അത്ഭുതങ്ങൾ നടക്കും. ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. മേരി തോമസ്, ആമ്പല്ലൂർ, തൃശൂർ എഴുതിയൊരു സാക്ഷ്യമാണ് ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. 2 വർഷമായി കണ്ണിനുണ്ടായിരുന്ന അലർജി, കാഴ്ചക്കുറവ്, മുഖത്ത് വികൃതമായി ഉണ്ടായിരുന്ന കുരുക്കൾ, പാടുകൾ എന്നിവ 4 ആഴ്ചയോളം അടുപ്പിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയി. ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആമ്പല്ലൂരിൽ നിന്നുള്ള മേരി തോമസ് യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സാക്ഷ്യമാണത്. ഹല്ലേലൂയ. അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ മുഖത്തുണ്ടായിരുന്ന വികൃതമായ കുരുക്കൾ, പാടുകൾ ഇവ താന്നുപോയി മുഖം സാധാരണ പോലെ നന്നായി മാറി. പ്രൈസ് ദ ലോർഡ്. അതുപോലെ മറ്റൊരു വ്യക്തി എഴുതിയിരിക്കുന്ന സാക്ഷ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തെ സാക്ഷി നൽകാനാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്. എനിക്ക് 24 വർഷമായി മൈഗ്രെയിന്റെ തലവേദന ആയിരുന്നു. പല ഇംഗ്ലീഷ് മരുന്നുകളും മലയാളം മരുന്നുകളും ഹോമിയോ മരുന്നുകളും കഴിച്ചു. എന്നിട്ടും തലവേദന മാറിയില്ല. ഉറക്കം കുറയാനോ വെയിൽ കൊള്ളാനോ പറ്റില്ലായിരുന്നു. ടിവിയിലേക്ക് നോക്കാൻ സാധിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ ഭയങ്കര തലവേദന ഇളകും. അഭിഷേകാഗ്നി കാണാൻ ആഗ്രഹമുണ്ട്, എന്നാൽ കാണാൻ സാധിക്കില്ല. അഭിഷേകാഗ്നി ടിവിയിൽ വെച്ചിട്ട് മാറിയിരുന്ന് കേൾക്കുക മാത്രം ചെയ്യും. ഒരു ദിവസം അഭിഷേകാഗ്നി പ്രാർത്ഥന സമയത്ത്, ആരാധനയുടെ സമയത്ത് ഞാൻ എന്റെ യേശുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ യേശുവെ, എന്റെ ഈ രോഗം സുഖപ്പെടുത്തി തരണമേ. എന്റെ യേശു ക്രിസ്തുവിന്റെ ശക്തി ആ സമയം എന്റെ മേൽ പ്രവഹിച്ചു. എന്റെ ശരീരത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടുപോയി. തലവേദന പൂർണ്ണമായും മാറി. ഇന്ന് എനിക്ക് ടിവിയിലേക്ക് നോക്കി എത്ര നേരം ഇരിക്കുന്നതിനും തടസ്സമില്ല. 24 വർഷം പഴക്കമുള്ള തലവേദനയാണ് എന്നിൽ നിന്നും എന്റെ യേശു എടുത്തു മാറ്റിയത്. ഇത് സംഭവിച്ചത് 2006 ജൂൺ മാസത്തിലാണ്. പിന്നീട് ഇതേവരെ ആ തലവേദന തിരിച്ചു വന്നിട്ടില്ല. യേശുവിന് 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ജാൻസി ജോസഫ്, എരുത്തേൻപെട്ടി, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട് ഡിസ്ട്രിക്ട്, കേരള. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 24 വർഷമായ തലവേദന, ടിവിയിലേക്കൊന്നും നോക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കഠിനമായ തലവേദന. 2006 ജൂൺ മാസത്തിൽ ഒരു ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശുവിനോട് പ്രാർത്ഥിച്ച് ആ സെക്കൻഡിൽ തന്നെ, ആ നിമിഷങ്ങളിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ ശക്തി ആ മകളുടെ മേൽ പ്രവഹിക്കുകയും ആ മകളെ 24 വർഷമായി പീഡിപ്പിച്ചിരുന്ന പീഡ അത്ഭുതകരമായി വിട്ടുപോവുകയും ചെയ്തു. ഇത് 2006 ജൂൺ മാസത്തിലാണ് സംഭവിച്ചത്. 2007 ജൂൺ മാസമായി. ഏതാണ്ട് 1 വർഷക്കാലം കഴിഞ്ഞിട്ടും ആ തലവേദന പിന്നീട് ആ മകളെ തിരിച്ച് ഉപദ്രവിച്ചിട്ടില്ല. അത് പൂർണ്ണമായി വിട്ടൊഴിഞ്ഞു പോയി. അതിന്റെ സാക്ഷ്യമാണ് ഇപ്പോൾ നാം കേട്ടത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, യേശു ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കപ്പെടുന്ന ഈ സമയം നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതത്തിന്റെ മണിക്കൂറാകട്ടെ. മിറക്കിൾസ്, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് യേശുവിന്റെ നാമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എനിക്കും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ അത് എന്റെയും നിങ്ങളുടെയും ശരീരങ്ങളിൽ, എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ, വംശത്തിൽ, പാരമ്പര്യത്തിൽ അത്ഭുതകരമായി പെയ്തിറങ്ങട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ശക്തനായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് വ്യാപരിക്കണമേ. അന്ധകാര കോട്ടകളെ അവിടുന്ന് തകർത്ത് കളയണമേ. വാടിപ്പോയതിനെ അവിടുന്ന് നനയ്ക്കണമേ. മുറിവേറ്റതിനെ വെച്ച് കെട്ടണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരികെ കൊണ്ടുവരണമേ. അന്ധകാരമുള്ളിടത്ത് പ്രകാശം നൽകണമേ. അന്ധകാരമുള്ളിടത്ത് പ്രകാശം നൽകണമേ. പരിശുദ്ധാത്മാവേ, തളർന്നിരിക്കുന്നവരെ ഉണർത്തണമേ. മന്ദത്തിൽ ആണ്ടുപോയവർക്കും മരവിപ്പിൽ ആണ്ടുപോയവർക്കും ഉത്സാഹം നൽകണമേ. ഉന്മേഷം നൽകണമേ. ആത്മീയ ദാഹം നൽകണമേ. ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ആന്തരിക ഉണർവ് സകല മക്കളുമേൽ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. സകല കുടുംബങ്ങളെ ഉണർത്തണമേ. ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ആർക്കെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ എല്ലാ എതിർശക്തിയിലും തകർത്ത്
ദൈവമക്കളെ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരെ വലയം ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ ഈശോ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു വലിയ പ്രബോധനം നൽകുകയാണ്. യേശുക്രിസ്തു നൽകുന്ന പ്രബോധനം ഇതാണ്: എന്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം ഉണ്ടായാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഞെരുക്കം ഉണ്ടായാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വന്നാൽ, നിങ്ങൾ നഷ്ടധൈര്യരാകരുത്, നിങ്ങൾ മനസ്സിൽ ദുർബലപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കും, നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ നഷ്ടധൈര്യരാകരുത്. മാർക്കോസിന്റെ സുവിശേഷം 11:24 പഠിപ്പിക്കുന്നു: അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുകയും യാചിക്കുന്ന എന്തും 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 ലഭിക്കുക തന്നെ ചെയ്യും. ഇത് യേശു കർത്താവിന്റെ വാഗ്ദത്തമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് എന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാൽ, ഇന്ന് എന്റെ ജീവിതത്തിൽ സങ്കടം ഉണ്ടായാൽ, ഇന്ന് എന്റെ ജീവിതത്തിൽ ആവശ്യം വന്നാൽ, പ്രിയപ്പെട്ട പൈതലെ, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: മകനെ, നീ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇന്ന് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാൽ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടായാൽ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ, ഞാൻ നിങ്ങൾ എന്താണ് ചെയ്യണത്? ഉദാസീനനാകുക, നിരാശപ്പെടുക, ആകുലപ്പെടുക, സങ്കടപ്പെടുക, തളർന്നു പോകുക, മടുക്കുക, ക്ഷീണിക്കുക, ഭയപ്പെടുക. ഇതല്ലേ ഞാൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലാത്തത്? ആരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടില്ലാത്തത്? ആരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളില്ലാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്കൊരു ക്ലേശം ഉണ്ടാകുമ്പോൾ, എനിക്ക് നിങ്ങൾക്കൊരു പ്രതികൂലം ഉണ്ടാകുമ്പോൾ, എനിക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഞാനും നിങ്ങളും എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. നീ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇതാ ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതൽ ജീവിതത്തിലെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ്. ആ വ്യക്തി പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് 1000 നന്ദി സ്തുതി ഞാൻ അർപ്പിക്കുന്നു. വേലൂരിൽ നിന്ന് ജോസഫും ജീനയും സാക്ഷ്യപ്പെടുത്തുന്നു: ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 12 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. 2 പ്രാവശ്യം 5 മാസമായപ്പോൾ അബോർഷനായി പോയി. വളരെ നിരാശയോടെ വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങൾ ആശ്രയിച്ചു. എന്നാൽ ഇത്രയും കാലം ചികിത്സ നടത്തിയിട്ടും വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2006 ജൂൺ മാസത്തിൽ സെഹിയോനിൽ വന്ന് ധ്യാനിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ വേദനകൾ കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു പറഞ്ഞു. ഞങ്ങളുടെ ദുഃഖത്തിൽ കർത്താവിനെ ഞങ്ങൾ വിളിച്ചു. അന്ന് സെഹിയോൻ നാഥൻ ഞങ്ങളെ തൊട്ട് അനുഗ്രഹിച്ചു. 2007 ജനുവരി 28-ാം തീയതി ഒരു ആൺ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. 8-ാം മാസമായതിനാൽ കുഞ്ഞിന് അല്പം പ്രയാസങ്ങളുണ്ട്. ഇൻക്യുബേറ്ററിലാണ്. എങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ കുടുംബത്തിൽ ഒരാൺ കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇവരുടെ ജീവിതത്തിൽ വേദന, ഇവരുടെ ജീവിതത്തിൽ വിഷമം, 2 തവണ അബോർഷനായി പോവുകയും 12 വർഷമായി മക്കളില്ലാതെ ക്ലേശിക്കുകയും ചെയ്യുന്ന ഈ കുടുംബം ഈ വേദന വൈദ്യശാസ്ത്രത്തെ അറിയിച്ച് അവർ പല ചികിത്സകളും ചെയ്തെങ്കിലും ഇവർക്ക് ഒരു പ്രതീക്ഷയും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ചികിത്സകളും നിർത്തിയിട്ട് 2006 ജൂൺ മാസത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ദൈവം ഒരാൺകുട്ടിയെ നൽകി. ഇന്ന് അവരുടെ ഭവനത്തിൽ ഒരാൺകുട്ടി തുള്ളിച്ചാടി കളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്റെ രോഗത്തെ സുഖപ്പെടുത്തും. നീ രോഗിയായിരിക്കുമ്പോൾ, നിനക്ക് പ്രതികൂലം ഉണ്ടാകുമ്പോൾ, നിന്റെ ശരീരത്തിൽ ക്ലേശം ഉണ്ടാകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ശാരീരികമായ വൈകല്യങ്ങൾ, ബുദ്ധിമുട്ട്, പ്രതികൂലം അനുഭവിക്കുമ്പോൾ നീ ഉദാസീനനാകാതെ നീ പ്രാർത്ഥിക്കണം. ഇത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. യാക്കോബ് ശ്രീകാരുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തെ 5-ാം വാക്യം: ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ. പരീക്ഷയ്ക്ക് തോറ്റു,
പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല, എന്റെ ഓർമ്മശക്തി വളരെ കുറഞ്ഞുപോയി, എനിക്ക് ഭാവനയില്ല. നിങ്ങളുടെ കഴിവ് കുറവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കഴിവ് കുറവിനെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കാനാണോ ബൈബിളിൽ കൽപ്പിച്ചിരിക്കുന്നത്? നിരാശയാണോ ജീവിതത്തിലെ പ്രശ്നത്തിനുള്ള പ്രത്യുത്തരം? മകനെ മകളെ, നിരാശപ്പെട്ടിരിക്കുന്നത് കർത്താവിന് ഹിതമല്ല. അത് പൈശാചികമായ ഒരു അവസ്ഥയാണ്. നിരാശപ്പെട്ടിരിക്കുന്നത് പൈശാചികമായ ഒരു അവസ്ഥയാണ്. നിരാശയല്ല, ആത്മഹത്യയല്ല പ്രശ്നത്തിന് പ്രത്യുത്തരം. നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, കർത്താവ് അവന് അത് നൽകും. യാക്കോബ് ശ്രീകാരൻ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാം വാക്യം. കാരണം കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനത്രേ കർത്താവ്. കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനത്രേ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 25-ാം വാക്യം. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു അനർത്ഥം വരുമ്പോൾ, ഒരു ശത്രുപീഡ ഉണ്ടാവുമ്പോൾ, നിങ്ങൾക്കെതിരെ ഹിമാലയ പർവ്വതം പോലെ ഒരു പ്രതികൂലം അടുത്തടുത്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആകുലപ്പെട്ട് മനസ്സ് തളർന്ന് ക്ഷീണിതനായി തളർന്ന് ദുഃഖിച്ചിരിക്കുകയോ? ഇതാണോ കർത്താവ് ബൈബിളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. ആകുലരാകുന്നത് കൊണ്ട് ആയുസിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമോ? നിസ്സാരമായി ഇതുപോലും ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആകുലരാകുന്നത് എന്തിന്? പ്രൈസ് ദി ലോർഡ്. ആകുലരാകുന്നത് കൊണ്ട് നിങ്ങളുടെ ആയുസിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും പറ്റുമോ? ഒരു പ്രശ്നം വരുമ്പോൾ അതിന് പ്രതിവിധിയല്ല ആകുലത. ആകുലത, ഉത്കണ്ഠ, ടെൻഷൻ, ഇതൊന്നും ഒരു പ്രശ്നത്തിന് പരിഹാരം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 8-ാം വാക്യം. പരിഭ്രമിക്കരുത്, പരിഭ്രമിക്കരുത്, സംഭ്രമിക്കരുത്, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഒരു പ്രശ്നം വരുമ്പോൾ ആകുലത, ഉത്കണ്ഠ, ടെൻഷൻ, പരിഭ്രമം, സംഭ്രാന്തി, ഇതുകൊണ്ട് എന്ത് പ്രയോജനം? പരിഭ്രമിക്കരുത്, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. പരിഭ്രമിക്കരുത്, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. സങ്കീർത്തനം 37-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രശ്നം വരുമ്പോൾ ആകുലതയല്ല, ഉത്കണ്ഠയല്ല, പരിഭ്രമമോ ടെൻഷനോ അല്ല അതിന് പ്രതിവിധി. നിരാശയോ മടുപ്പോ ആത്മഹത്യ ചിന്തയോ അല്ല അതിന് പ്രതിവിധി. ഉദാസീനത അല്ല അതിന് പ്രതിവിധി. തളർന്നിരിക്കൽ അല്ല അതിന് പ്രതിവിധി. പിന്നെ എന്താണ് അതിനുള്ള പ്രതിവിധി? അതാണ് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നത്. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. നീ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കുക. നിന്റെ ആവശ്യത്തിൽ നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം. കർത്താവിന് വേണ്ടി ക്ഷമാപൂർവം കാത്തിരിക്കുക. കർത്താവിന് വേണ്ടി ക്ഷമാപൂർവം കാത്തിരിക്കുക. 1 തവണ, 2 തവണ, 3 തവണ പ്രാർത്ഥിച്ച് എത്രമാത്രം പ്രാർത്ഥിച്ചാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രാർത്ഥനയും കാലഹരണപ്പെടുകയില്ല, ഒരു പ്രാർത്ഥനയും വൃഥാവിലാവുകയില്ല. എത്ര പ്രാർത്ഥിക്കുന്നുവോ അത്രയ്ക്കും അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട പൈതലേ, ഇന്ന് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണോ? ഇന്ന് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം മനസ്സ് ദുർബലപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണോ? ഒരു പ്രശ്നം കണ്ട് ഭയപ്പെട്ടിരിക്കുകയാണോ? ഭയം ഒന്നിനും പ്രത്യുത്തരമല്ല. ഭയം കൊണ്ട് ആരും രക്ഷ പ്രാപിച്ചിട്ടില്ല. ഭയം പൈശാചികമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്, നീ ഭയപ്പെടാതെ മുന്നോട്ട് പോകുക. പ്രൈസ് ദി ലോർഡ്. നീ മുന്നോട്ട് പോകുക, നീ മുന്നോട്ട് ചിന്തിക്കുക, നീ മുന്നോട്ട് നടക്കുക. നീ പുറകോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഉന്നതമായ അഭിഷേകത്തെ അവിടുന്ന് പകരണമേ. തളർന്ന മനസ്സുകൾ, ദുർബലമായ കാൽമുട്ടുകൾ, ബലഹീനമായ മനസ്സ് ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ, ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. കർത്താവേ, ജീവിത പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, പൈശാചിക പീഡകൾ, രോഗബാധകൾ, കുടുംബ പ്രശ്നങ്ങൾ, എത്ര ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ പറ്റാത്ത ഏടാകൂടം പിടിച്ച ഓരോരോ സാഹചര്യങ്ങൾ, ഇതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എത്രമാത്രം ശ്രമിച്ചിട്ടും ഒരു നീക്കുപോക്കുമില്ലാതെ, 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ
ക്ലേശിക്കുന്ന ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ഇപ്പോൾ യേശുവെ അങ്ങയുടെ തിരുനാമത്തോട് ചേർത്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ തന്നെ ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. മക്കളെ കണ്ണടച്ച് രണ്ട് കരങ്ങൾ അല്പം ഉയർത്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ ദൈവപിതാവിന്റെ പക്കലേക്ക് സമർപ്പിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, പുത്രന്റെ നാമത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ പ്രാർത്ഥനകളുടെ മേൽ അത്ഭുതകരമായി ഇപ്പോൾ വ്യാപരിക്കണമേ, അത്ഭുതകരമായി ഇപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നിരാശ, ആകുലത, ഭയം, ടെൻഷൻ, കുറ്റബോധം, തളർച്ച, ക്ഷീണം, മടുപ്പ് ഇതല്ല ഒരു വ്യക്തിയെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത്. പ്രതികൂലത്തിൽ പ്രാർത്ഥിക്കുക. പ്രതികൂലത്തിൽ പ്രാർത്ഥിക്കുന്നവന് അത്ഭുത വിജയം ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യമേ, എന്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂദാശയാ തീർന്നോരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ദിവ്യകാരുണ്യ രാജാവായ ഈശോ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തരത്തിലുള്ള വേദനകളിലേക്കും മനസ്സലിവോടെ ഇടപെടുന്ന കർത്താവ് അത്രേ. മനം തകർന്നിരിക്കുന്നവർ, നിരാശയോടെ ഇരിക്കുന്നവർ, ഓരോ പ്രശ്നത്തിലും അകപ്പെട്ട് ഇനി മുന്നോട്ട് എന്ത് വഴി എന്ന് ചിന്തിച്ച് എല്ലാ വാതിലും അടഞ്ഞ് മുമ്പോട്ടുള്ള എല്ലാ നീക്കങ്ങളും തടസ്സപ്പെട്ട് ബന്ധിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്ന അവസ്ഥയിലുള്ളവർ, ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും, ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകും എന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവർ, സങ്കടങ്ങളും വിഷമങ്ങളും മനസ്സിനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ, ജീവിതത്തിലെ രോഗബാധകളെ ഓർത്ത് മനം തകർന്നിരിക്കുന്നവർ, സാമ്പത്തിക തകർച്ചകളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവർ, ഇപ്പോൾ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, എനിക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട്. യേശുവേ, എനിക്ക് വിവാഹ തടസ്സമുണ്ട്. യേശുവേ, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഉയർച്ച ലഭിക്കുന്നില്ല. യേശുവേ, എന്റെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുന്നില്ല. യേശുവേ, ഞാൻ എങ്ങോട്ട് പോയാലും എല്ലാവരും എന്നെ വെറുക്കുകയാണ്. ഞാൻ എന്തു ചെയ്താലും അതിന്റെ അവസാനം എല്ലാവരോടും ശത്രുതയാണ് എനിക്ക് കിട്ടുന്ന നെറ്റ് റിസൾട്ട്. ഞാൻ നല്ല ഉദ്ദേശത്തോടെ ആരംഭിച്ചാലും ഏറ്റവും അവസാനം അതൊരു ദോഷമായി മാറുന്നു. കർത്താവേ, ഞാൻ എവിടെ ചെന്നാലും ഏറ്റവും അവസാനം തിരസ്കരിക്കപ്പെടുന്നു. കർത്താവേ, ഞാൻ എന്ത് കൃഷി ചെയ്താലും ഏറ്റവും അവസാനം നഷ്ടവും ദുഃഖവും കടബാധ്യതയും മാത്രം. എന്റെ ജീവിതത്തിൽ ഞാൻ തകർന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അവിടെ നിന്റെ അരികിലേക്ക് വരണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിന്റെ ഓരോ തകർച്ചകൾ, ജീവിതത്തിന്റെ ഓരോ വേദനകൾ അത് നിരാശപ്പെടാനുള്ള സമയമല്ല. ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട മേഖലയാണത്. കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട വേദിയാണത്. കർത്താവിന്റെ അത്ഭുതം കാണേണ്ട സ്ഥലമാണത്. ഈ നിമിഷങ്ങളിൽ
നിങ്ങളുടെ വേദന, തകർച്ച, കണ്ണുനീര് എവിടെയാണോ ആ മേഖലകളിലേക്ക് യേശു കർത്താവിന്റെ അത്ഭുത സാന്നിധ്യത്തെ വിളിക്കുക. അവിടുന്ന് ജീവിക്കുന്നവനാണ്, അവിടുന്ന് നിലവിളി കേട്ട് അടുത്തു വരുന്നവനാണ്. ഉറക്കെ വിളിക്കുക, യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളെ തകർന്നിരിക്കുന്നവർ, ഭാരപ്പെട്ടിരിക്കുന്നവർ, സങ്കടത്തിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, തടസ്സങ്ങളിലിരിക്കുന്നവർ, പൈശാചിക പീഡകളിലിരിക്കുന്നവർ, ദുഃഖത്തിലിരിക്കുന്നവർ, പ്രാർത്ഥിച്ചിട്ട് ഒരു അനുഭവം കിട്ടാതിരിക്കുന്നവർ, അനുതാപം കിട്ടാതിരിക്കുന്നവർ, രോഗബന്ധനത്തിലിരിക്കുന്നവർ, പലതരത്തിലുള്ള ശാപക്കെട്ടുകളിരിക്കുന്നവർ, ആകുലതയിലിരിക്കുന്നവർ, നിരാശയിലിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തകളിലിരിക്കുന്നവർ, മനസ്സ് മുരടിച്ചിരിക്കുന്നവർ, മനോവിഷമങ്ങളിരിക്കുന്നവർ, മാനസിക രോഗ ബന്ധനത്തിൽ കിടക്കുന്നവർ, പലതരത്തിലുള്ള ക്ഷുദ്രവിധികളാൽ തകർന്നു കിടക്കുന്നവർ, പലതരത്തിലുള്ള ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെടുന്നവർ, വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നവർ, ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ. ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. സഹായത്തിന് ആരുമില്ലാത്തവരെ അങ്ങയുടെ കൈകൾ നീട്ടി അവിടുന്ന് തൊട്ട് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിധവയുടെ അതിര് സംരക്ഷിക്കുന്ന കർത്താവേ, ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ, അഗതികളുടെ സഹായമായ കർത്താവേ, അഗതികൾക്ക് പിതാവായ ദൈവമേ, ഇപ്പോൾ നിസ്സഹായരും നിലാരംബരുമായ ഓരോരുത്തരുടെ മേലും അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈ തിരുവോസ്തി ഇന്നു കാണുന്നു ഞാൻ, ഈ തിരുവോസ്തിയെ. എൻ്റെ പേര് കുട്ടിയച്ചൻ. മുണ്ടക്കയത്തിനടുത്ത് കോരുത്തോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 30 രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടി ഞങ്ങൾ എഴുന്നേറ്റു. എൻ്റെ മോൾക്ക് ജാർഖണ്ഡിന് പോകേണ്ടതായിരുന്നു. അതിന് എറണാകുളത്തു നിന്നാണ് ട്രെയിനിൽ പോകേണ്ടത്. കാറായിട്ടാണ് പോകാൻ നേരത്ത് 4 ബാഗ് എടുത്ത് കാറെ വെച്ചിട്ടതിന് ശേഷം ഞാൻ കിടന്നു. ബാക്കി എല്ലാവരും എറണാകുളത്തിന് പോയി. നേരം വെളുത്ത് 31 ഞായറാഴ്ച രാവിലെ 5:30 മണിയോടുകൂടി ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഈ വലത്തെ കയ്യ് ഇതിന് മുകളിൽ പൊങ്ങുകയില്ല. ഇത്രയോ പൊങ്ങുള്ളൂ എൻ്റെ കയ്യ്. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നു. തിങ്കളാഴ്ച രാവിലെ പള്ളിയിൽ പോയതിനു ശേഷം ഒരാളെ കൊണ്ട് തിരുമിച്ചു. എന്നോട് കൈ ഇങ്ങനെ കറക്കിയിട്ട് പൊക്കിയാൽ മതി എന്ന് വെച്ചാൽ കൈ പൊങ്ങുകയില്ല. ബുധനാഴ്ച വേറൊരു ചേച്ചി തിരുമി 3 പ്രാവശ്യം കുഴമ്പ് കൂട്ടി തിരുമി കിഴി കുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ കൈ പൊങ്ങുകയില്ല. വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ച ആവേമരിയായില്ല, പഴയ ഒരു ആവേമരിയായി പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ജോൺ പെരുന്നൊല്ലത്തിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. രാത്രി ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ കൈ ഇത്രയും പോകും. തലയൊക്കെ തോർത്താം. ചോറിങ്ങനെ ഉണ്ട്. അതിനു മുമ്പ് ചോറിങ്ങനെയായിരുന്നു നിന്ന്. ഞായറാഴ്ച ജനുവരി 7 ഞായറാഴ്ച കുരിശുവര കഴിഞ്ഞ് ഇങ്ങനെ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ വേണ്ടി താല്പര്യപൂർവ്വം എല്ലാവരും കൂടി ഇരിക്കുകയാണ്. എൻ്റെ കൊച്ചുമകൻ കയറി കിടന്നുറങ്ങി. കുഞ്ഞുമകൾ എൻ്റെ അടുത്ത് തന്നെ കസേരയിലിരിപ്പുണ്ട്. മറ്റുള്ളവരപ്പുറത്തേക്ക് ഞങ്ങളിങ്ങനെ ഒരു സൈഡിലിരിക്കുകയാണ്. ആരാധന സമയം വന്നപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങി, 2 കൈ ഇങ്ങനെ പൊങ്ങി. കൊച്ചുമകൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നേച്ച് നോക്കുമ്പോൾ എന്റെ കൈ പൊങ്ങുന്നുണ്ട്. അവളാണ് വിളിച്ചു പറയുന്നത്, അപ്പച്ചന്റെ ഭാവി പോയി, കൈ പൊങ്ങിയേന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവരത് കാണുന്നത്. യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അപ്പച്ചന്റെ കൈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തളർന്നത് ഇതുപോലെയായി. ഇത്രേ പൊങ്ങുള്ളൂ. പിന്നെ അവമരിയിൽ പോയി ധ്യാനം കൂടിയപ്പോൾ ഇത്തരം വരെ പൊങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച രാത്രി 8:30 മുതൽ 9 മണി വരെയുള്ള സൺഡേ ശാലോം ചാനലിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതിന്റെ ആരാധന സമയം വന്നപ്പോൾ ഇവര് കുടുംബം ഒന്നിച്ച് ആരാധന സമയത്ത് യേശുവേ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്രയും മാത്രം ഉയർന്നിരുന്ന കൈ നന്നായിട്ട് ഇങ്ങനെ ഉയരാൻ തുടങ്ങി. ഇപ്പൊ ശരിക്കും കൈ ഉയരുമോ? എല്ലാ പണിയും ചെയ്യുന്നുണ്ട്, എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. 20 ദിവസം കഷായം കുടിക്കണമെന്ന് പറഞ്ഞതാണ്. കൈക്ക് വിലക്കുറവുണ്ട്. 20 ദിവസം കഷായം കുടിക്കണം. കഷായത്തിനുള്ള മരുന്നൊന്നും വാങ്ങിച്ചില്ല, ഒരു ഗുളിക പോലും കഴിച്ചില്ല. ഇത് അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് നന്നായിട്ട് വരുന്ന കൈ ആദ്യത്തെ പോലെ ആരോഗ്യമുള്ള കൈയാക്കി ഈശോ സുഖപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അപ്പച്ചന്റെ കൈയുടെ കാര്യങ്ങൾ TV കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൈ പൊങ്ങുകയാണ് ചെയ്തത്. ഈ വാർത്ത കണ്ടോണ്ടിരുന്നപ്പോഴാണ് കൈ പൊങ്ങിയ. കുഞ്ഞു വെച്ച 2 വയസ്സേ ഉള്ളൂ, മോന്റെ വെച്ച. അവളാണ് ആദ്യം കണ്ടത്. ഞങ്ങളാരും കാണുന്നതിന് മുമ്പേ അപ്പച്ചന്റെ ബായി പോയേ എന്നും പറഞ്ഞ് കൈ ഉയർത്തി. അവളെ എടുക്കുന്നില്ലായിരുന്നു, കൈ മേലാത്തോണ്ട് കുറെ ദിവസമായിട്ട്. അപ്പൊ
അപ്പച്ചന് വയ്യെന്ന് ആ കൊച്ചിനെ കുറച്ച് ദിവസം കൈ മേലാത്തോട്ട് കൊച്ചിനെ എടുക്കാതിരിക്കുകയായിരുന്നു. കൊച്ചാണ് ആദ്യം കണ്ടുപിടിച്ചത് കൈ സുഖപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പന്റെ കുടുംബാംഗങ്ങളാണ് ഈ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവരെല്ലാവരും ഈ സംഭവത്തിന് ദൃക്സാക്ഷികളാണ്. ഹല്ലേലൂയ. പിന്നെ മാർച്ചിൽ ധ്യാനം കൂട്ടിയിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ ധ്യാനം മകനോട്. യെസ്. പ്രൈസ് ദി ലോർഡ്. മകനും കുടുംബാംഗങ്ങളെല്ലാം ഇതിന് സാക്ഷികളാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുക. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.